ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്നായിരുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. വലിയ മഴയൊന്നുമില്ല കേട്ടോ. ഈ ഒരാഴ്ച ഭയങ്കര വലിയ മഴ ആയിരിക്കും എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ചിരിക്കുമായിരുന്നു. വാട്സപ്പിലൊക്കെ ഒത്തിരി എനിക്ക് മെസ്സേജ് കിട്ടും, ചേച്ചി സേഫ് അല്ലേ, എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒത്തിരി നല്ലവരെ എനിക്ക് കൂട്ടുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും, ചേച്ചി സേഫ് അല്ലേ, സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചോ, വലിയ മഴയെന്ന് ന്യൂസിലുണ്ടല്ലോ, വലിയ മഴ വരുമെന്ന് കേട്ടല്ലോ, അപ്പൊ സാധനങ്ങളൊക്കെ നേരത്തെ എക്സ്ട്രാ മേടിച്ചു വെച്ചോ, അങ്ങനെയൊക്കെ ചോദിക്കട്ടോ. ഞാൻ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ എക്സ്ട്രാ മേടിച്ചു വെക്കാറില്ല, പശും കൂടെ ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്കിവിടെ തൊട്ട് മൂളി കടകളുണ്ട്, അതൊക്കെ എപ്പോഴും തുറക്കുന്നത്, സൺഡേ ഒക്കെ തുറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സാധനങ്ങൾ അങ്ങനെ ഒന്നിച്ച് മേടിച്ച് ഞാനിപ്പോ വെക്കാറില്ല. പിന്നെ അധികം ഒന്നും തന്നെ ഇവിടെ ചെലവാകുന്നില്ല. അതാണ് അശ്വിന് 2 നേരം ജോലി സ്ഥലത്തുനിന്ന് ഫുഡ് കിട്ടും. രാത്രി മാത്രം ഡിന്നർ മാത്രം അവന് വേണ്ടി ഉണ്ടാക്കി, അത് രാവിലെ ഗ്ലാസ് ചായ മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് കുക്കിംഗ് വളരെ വളരെ കുറവാണ്. മിലു കുഞ്ഞിന് പിന്നെ അവന്റെ ഫുഡാണല്ലോ കൊടുക്കണേ. പിന്നെ ആകെ എനിക്കും നമ്മുടെ ടുട്ടു പശു കുഞ്ഞിനുള്ള ഫുഡ് മതി. ടുട്ടുവിനെല്ലാം വേണം കേട്ടോ. എന്റെ കൂടെ രാവിലെ ചപ്പാത്തി കഴിക്കും, ചായ വേണം. പിന്നെ ഞാൻ കഴിക്കുന്ന എല്ലാം കഴിക്കും, ബ്രെഡ്, ബിസ്ക്കറ്റ്, പിന്നെ ഇഡ്ഡലി, മീൻ, ഇറച്ചി എല്ലാം വേണം. ചോറ് വേണം, മസാല നമ്മുടെ കറിയൊക്കെ കൂട്ടിയിട്ടാ ചോറുണ്ടെന്ന് ഞാൻ അതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടണം എന്ന് ഓർത്തിരിക്കുകയാണ്. അങ്ങനെ അപ്പൊ എനിക്കും ടുട്ടു പശു കുഞ്ഞിനുള്ള ഫുഡ് മതി. അപ്പൊ വളരെ കുറച്ച് മതി. എനിക്ക് പിന്നെ അങ്ങനെ നോൺ വെജ് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പം എനിക്ക് ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഒരു കറി മതി. ആരോഗ്യം നമ്മുടെ തോട്ടത്തിൽ ഇഷ്ടംപോലെ പച്ചക്കറി നിൽപ്പുണ്ട്, പപ്പായയും ചീരകളും ഒക്കെ. അപ്പൊ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നാൽ അതൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടം. എന്തെങ്കിലും പയർവർഗ്ഗങ്ങളും അത് ഇതൊക്കെ. പിന്നെ കുറച്ചൊരു സമ്മന്തി അല്ലെങ്കിൽ ഒരു പുളിയുള്ള ഒരു എന്തെങ്കിലും പപ്പടം, അച്ചാർ, ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുക്കിംഗ് എന്ന് പറയാനേ ഇല്ല, അങ്ങനെ തന്നെ പറയാം. സമാധാനമുണ്ട്. ഡിന്നർ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി അശ്വകൊച്ചിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഞാനിപ്പോ മേടിച്ച് അങ്ങനെ ഇല്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കുക്കിംഗ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചാനൽ തന്നെ തുടങ്ങി നമ്മൾ കുക്കിംഗ് വീഡിയോ തുടങ്ങണം എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊരു കുറച്ച് ദിവസങ്ങളും കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് യാത്രകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൊണ്ട് സ്വസ്ഥമാവും, ഫ്രീ ആകും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്റെ ഡ്രീം പോലെ എന്റെ കുക്കിംഗ് വീഡിയോയും എന്റെ ഡ്രൈവിംഗ് പഠിത്തവും ഒക്കെ തുടങ്ങി പോകണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പം നമുക്കതൊക്കെ അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ നമുക്ക് എന്തായാലും പാക്ക് ചെയ്യാം. വലിയ കുറച്ച് ഓർഡറുകളായിരുന്നു വന്നേക്കുന്നത്. അപ്പൊ അത് ഞാൻ ഒരെണ്ണം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓരോരുത്തർ എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരമാവും, നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും ഇന്ന സാധനങ്ങൾ എന്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് വേഗം കുക്കിംഗ് നമുക്ക് വേഗം പാക്കിംഗ് അങ്ങ് തുടങ്ങാം. ഇത് കണ്ട കൂട്ടുകാരെ, ഇവർ മേടിച്ചിരിക്കുന്നത് നല്ല ഏപ്രൺ ഉണ്ട്, അതുപോലെ കോട്ടന്റെ ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വയനാടൻ കറിമഞ്ഞള്, അതുപോലെ ഗരം മസാലയൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ ദാ റൗണ്ട് ഷേപ്പുള്ള ബ്രാ മേടിച്ചിട്ടുണ്ട്, ബ്യൂട്ടി ഓയിൽ, അതുപോലെ ബോഡി മോയ്സ്ചറുകള്, കസ്തൂരി മഞ്ഞള്, പിന്നെ അത് ബാത്ത് ബ്രഷ് ആണ്. പിന്നെ അവര് നല്ല മൈക്രോ ഫൈബർ ഈ മഴക്കാലത്ത് ഒത്തിരി ഉപകാരമാണ്. കയറി വരുന്നിടത്തൊക്കെ നമ്മൾ ഇട്ടാൽ വെള്ളം ഫുൾ അബ്സോർവ് ആവും. ചെളിയും വെള്ളം ഒന്നും ചവിട്ടി റൂമിന്റെ ഉള്ളിലേക്ക് കയറി വരത്തില്ല. ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ എല്ലായിടത്തും നമുക്ക് ഇടാം. യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് മൈക്രോ ഫൈബറിന്റെ ഏറ്റവും വലിയ ഗുണം. എത്ര നാൾ കഴിഞ്ഞാൽ അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. വെള്ളം ഒക്കെ ബാക്കിയുള്ള ചവിട്ടികൾക്ക് അങ്ങനെ ബാഡ് സ്മെൽ ഉണ്ടാവുമല്ലോ. ഇവരെല്ലാരും എന്താ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ബോഡി മോയ്സ്ചറും ബ്യൂട്ടി ഓയിലും പിന്നെ ഔഷധ കോഫി ക്യൂബ്സ് ഇപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി നല്ലതാണ്. ദിവസം ഒരു ഗ്ലാസ് വെച്ച് കുടിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഒരു ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് കോഫി നമുക്ക് ഉണ്ടാക്കാം. വേറെ അതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട. ധാരാളം പച്ചമരുന്നുകളും പിന്നെ പനിയുടെ ശർക്കരയും ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത്രയും നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് അത് എല്ലാവരും മേടിക്കുന്നുണ്ട്. ഔഷധ കോഫി ക്യൂബ്സ് ആണ് കേട്ടോ അത്. പിന്നെ അത് എല്ലാവരും കസ്തൂരി മഞ്ഞളുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്യാം. ഇതിന്റെ കൂടി ഇവർ 2 ചെടിയും കൂടി മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അതും കൂടി പാക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ 2-3 തവണ നമുക്ക് ഇന്ന് പാക്ക് ചെയ്ത് വിടാനുണ്ട്. അപ്പൊ ഇതൊരു ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ ആണ്. ഇത് നമുക്ക് 2 ആയിട്ട് പാക്ക് ചെയ്യാമെന്ന് ഞാൻ ഓർക്കുക. കാർപ്പറ്റ് 3 ഉണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കാർട്ടൂണിലേക്ക് ഒന്ന് പാക്ക് ചെയ്യാം. അപ്പം അവര് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ വേണ്ടി നാട്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർ നേരത്തെ ഞാൻ ഓർഡർ ചെയ്ത് അവർ വരുന്നത് കണക്കാക്കി എന്നോട് ഇവിടുന്ന് അയക്കാൻ പറയും. അങ്ങനെ അയച്ചേക്കുന്ന ഇത് അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു ഓർഡർ ചെയ്ത് അപ്പൊ ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എത്ര നല്ലതാണെന്നുള്ളത്. ഇത് ഫുഡ് ഗ്രേഡ് ആണ്. ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി 2 ഉണ്ടല്ലോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് ചോപ്പറിലൊക്കെ ഇട്ട് അങ്ങ് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നിറയ്ക്കുക. എന്നിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കുക. ഫ്രീസറിൽ വെക്കുക. നമുക്ക് എപ്പോഴാണോ കുക്ക് ചെയ്യാൻ നമ്മൾ പ്ലാൻ ഇടുന്നത്, എന്തായാലും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ഇടുമല്ലോ. ഇന്ന് രാവിലെ എന്ത് വെക്കണം, ഉച്ചകഴിഞ്ഞ് എന്ത് വെക്കണം, അല്ലെങ്കിൽ രാത്രി എന്ത് വെക്കണം എന്നുള്ളത്. അപ്പൊ കുറച്ച് 5 മിനിറ്റത്തേന് പുറത്തോട്ട് എടുത്ത് വെച്ചാൽ ഇത് നല്ല ലൂസ് ആയിട്ടിരിക്കും. ഒന്നുകിൽ സ്പൂൺ കൊണ്ട് എടുക്കും അല്ലെങ്കിൽ കൈ കൊണ്ട് എടുക്കും. എങ്ങനെയാന്ന് വെച്ചാൽ എടുത്ത് നമുക്ക് നമ്മുടെ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ബാക്കിയുള്ള അതേപോലെ തന്നെ അടച്ച് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. എന്ത് ഉപകാരമാണെന്നറിയാം. സവാളയും
ഇഞ്ചി വെളുത്തുള്ളി കൊത്തി നുറുക്കിയാണ് നമ്മുടെ സമയം മുഴുവൻ പോണത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറി വെക്കാൻ എല്ലാ സാധനം ഉണ്ടെങ്കിൽ ടപ്പ് നമുക്ക് എന്ത് കുക്ക് ചെയ്യാം, നല്ല മനോഹരമായിട്ട് നമുക്ക് കുക്കിംഗ് നടക്കും. അങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ പ്രയോജനമുള്ള ഒത്തിരി കിച്ചൺ ഐറ്റംസ് നമ്മൾ ലേഡീസിനെയാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്റെ ലൈഫ് അതാണല്ലോ, കുക്കിങ്ങും ക്ലീനിങ്ങും ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് ഉപകാരമുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ സെയിലിനും കൊണ്ട് വെക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇത് വേഗം അങ്ങ് പാക്ക് ചെയ്യാം. ആ കൂട്ടത്തിൽ എല്ലാവരും എന്നോട് വാട്സപ്പിൽ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ലേണേഴ്സ് എടുക്കാൻ പോയിട്ട് എന്തായാലും പാസ്സായി കേട്ടോ. അങ്ങനെ അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നലെയായിരുന്നു എക്സാം കേട്ടോ. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒക്കെ ഒരു ജാമ്പവാന്റെ കാലത്തെ കമ്പ്യൂട്ടർ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല, ഓപ്പൺ ചെയ്തൊന്ന് റെഡി ആയി കിട്ടുന്നുണ്ടായിരുന്നില്ല. പാസ്വേഡും അതൊക്കെ എൻ്റർ ആക്കാൻ അങ്ങനെ കുറച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്തു. എക്സാം ഒക്കെ ആയിരുന്നു, ഞാൻ പഠിച്ചിട്ട് പോയതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയോ 18 മാർക്ക് എങ്ങാണ്ട് ആകുമ്പോഴത്തേക്ക് തന്നെ കമ്പ്യൂട്ടർ തന്നെ പറയും നിങ്ങൾ പാസ്സായി. ആ രീതിക്കൊക്കെ 30 ക്വസ്റ്റ്യൻ ഹാഫ് സെക്കൻഡ് വരെ വെച്ച് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ മാത്രമേ പാസ്സാവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. റോങ് ആയിട്ട് ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് അങ്ങനെ മുന്നോട്ട് അറിയാലോ, നിങ്ങൾ എഴുതുന്നവർക്ക് അറിയാലോ. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കറക്കി കുത്തിയാണെങ്കിൽ നമ്മൾ എഴുതണം. ആ രീതിക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അതായിരുന്നു എന്റെ പേടി. എത്രയാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചെത്താനുള്ള സമയം കിട്ടണ്ടേ എന്നുള്ളത്. എന്നാലും ഓക്കെ പാസ്സായി. അപ്പൊ അതങ്ങനെ. ഇനിയിപ്പം എനിക്ക് കുറച്ച് ദിവസം 3-4 ദിവസം എനിക്കൊരു ലോങ് യാത്രയൊക്കെ ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു യാത്ര. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പഠിക്കാൻ തുടങ്ങും. അങ്ങനെയാണ്. അതിന്റെ ഒരു ത്രില്ലിലും ഹരത്തിലും ഒക്കെയാണ് ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് ഓടിക്കാന്നുള്ള എന്റെ ചിരകാല സ്വപ്നമായിരുന്നു. അതിലേക്ക് ഞാനിപ്പം കാലെടുത്ത് വെച്ചു എന്ന് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടി. ഇനിയിപ്പം ആശം പറയുമ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. അപ്പൊ ഇന്നലെ അവനങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അമൃതയും കൂടിയാണ് എക്സാമിന് പോയത്. അതിൽ അമൃത പറയാണ്, അത് പാവം ഗർഭിണി പുറത്ത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവള് പറയണേ, ചേച്ചി ഞാനൊരു മാതിരി പ്രസവാടിന്റെ മുമ്പിലിരിക്കും വരാറുണ്ട് ചേച്ചി എക്സാം എഴുതാൻ പോയപ്പോ തിരിച്ചു വന്നവരെ എനിക്കായിരുന്നു ചേച്ചിനെക്കാളും ടെൻഷൻ. അങ്ങനെ ഇനി വന്നപ്പോ തന്നെ അശ്വൻ അവന്റെ ജോലി സ്ഥലത്ത് നിന്ന് വിളിക്കുവാണ്, എന്തായി എന്ന് ചോദിച്ചിട്ടോ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേടാ പാസ്സായിരുന്നു. ഭയങ്കര ചിരിയാണ് കേട്ടോ. ഭയങ്കര അത്ഭുതമായി പോയില്ലോ എന്ന് എന്നോട് പറയണേ. ഇനിയിപ്പോ നാളെ ഒരു വണ്ടി എടുക്കാലോ. ഞാൻ ഇന്ന് നാളെ വരെ ഞാനാ വണ്ടി എടുക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഞാനും അമൃതയായിട്ട് പഠിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നെ ഡ്രൈവിങ്ങിന്. അവൾക്ക് ഓൾറെഡി അവള് സ്കൂട്ടി ഓടിക്കുന്നതുകൊണ്ട് അവൾക്ക് ലേണേഴ്സ് വേണ്ട. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ഇനിയിപ്പോ 20-ാം തീയതി ഒക്കെ കഴിഞ്ഞ ആ സമയം മുതൽ ഡ്രൈവിംഗ് കുസ്തി തുടങ്ങുകയാണ്. അങ്ങനെയൊക്കെയാണ്. എന്റെ ഭയങ്കര ഡ്രീമാണ് നമ്മുടെ വണ്ടി ഒന്ന് ഓടിക്കുക, കുറച്ച് വലിയ വണ്ടികളൊക്കെ ഓടിക്കുക എന്നുള്ളത് എന്റെ ഭയങ്കര ഡ്രീമാണ്. കുഞ്ഞു വണ്ടിയെല്ലാം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ പോലും എന്റെ വലിയ ഡ്രീമാണ് വലിയ വണ്ടികൾ ഓടിക്കുക എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗുസ്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാലം എനിക്ക് അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരേ പ്രാവശ്യം ഓരോരോ കാര്യങ്ങളായിട്ട് എനിക്ക് അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് പോകാനോ അങ്ങനെ ഒരു ഇതോ ഒന്നും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോ എന്റെ ജീവിതത്തിന്റെ അനിവാര്യതയായപ്പോ നമ്മൾ നിവൃത്തിയില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയായപ്പോ എനിക്ക് പഠിച്ചേ പറ്റും. അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പൊ അശ്വിനാണെങ്കിലും എനിക്ക് ഓവർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവനിപ്പം യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവൻ ഔട്ട് സൈഡ് പോകും. അപ്പൊ പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങ് പഠിക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അതാത് സമയങ്ങളിൽ നിങ്ങളോട് പറയാം. എനിക്ക് ഭയങ്കര ത്രില്ലിരിക്കുകയാണ് ഡ്രൈവിംഗ് എന്നുള്ളത്. അങ്ങനെ ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും വേഗം പാക്ക് ചെയ്ത് അയക്കാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ആദ്യത്തെ ബാച്ച് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. ഇനി അടുത്തത് ഇത് ഞാൻ ചാക്കിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് വേഗം ഇവിടെ കൊണ്ടുവെക്കട്ടെ. ഇനി ഒരു 2 പ്രാവശ്യം കൂടി പാക്ക് ചെയ്യാൻ, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം കൂടി പാക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ഞാൻ ഇത് മാറ്റിയിട്ട് പെട്ടെന്ന് അടുത്ത് ഇവിടെ കൊണ്ടുവെക്കട്ടെ കേട്ടോ. അപ്പൊ കാണാം കേട്ടോ. അടുത്തായിട്ട് മേടിച്ചിരിക്കുന്നത് ക്രാക്ക് ബാം മേടിച്ചിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ, ഗീ, പിന്നെ 2 നല്ല ഭംഗിയുള്ള മൈക്രോ ഫൈബർ. വെള്ളം ഫുൾ അബ്സോർവ് ആകും. ഭയങ്കര ഉപകാരമാണ് അങ്ങനത്തെ മൈക്രോ ഫൈബർ. ഇവര് അലുമിനിയത്തിന്റെ ഈ ഒരു ഗ്ലൗസ് ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഒട്ടും വെള്ളം ഉള്ളിലേക്കാവില്ല. അകത്തൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിങ്ങും കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവര് 2 മൈക്രോ ഫൈബറും പിന്നെ ഒരു ലിപ് ബാമും ആണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഇവര് നമ്മുടെ ഗ്ലൗസ് ആണിത്, നമ്മുടെ ക്ലീനിങ് ഗ്ലൗസ്.
ക്ലീനിങ് ഗ്ലൗസ്, അത് നമ്മുടെ കൈ നനയില്ല കേട്ടോ, ആ രീതിക്കുള്ളതാണ്. പിന്നെ ഇതാ നമ്മുടെ കിച്ചൺ ക്ലീനർ, കിച്ചൺ അല്ല എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാജിക് ക്ലീനർ എന്ന് നമ്മൾ അതിന് പേരിട്ടേക്കണേ. പിന്നെ ഇതാ ഡിസ്പോസിബിൾ അല്ല, റീയൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മൈക്രോഫൈബറിന്റെ ക്ലോത്ത് ആണ് അത് കേട്ടോ, വലിയ ക്ലോത്ത് കണ്ടോ, ഒരു വലിയ റോളാണ് ഇത്. പിന്നെ ഇതാ ഇതും അതുപോലെ മൈക്രോഫൈബറിന്റെ വെള്ളമൊക്കെ പെട്ടെന്ന് അബ്സോർവ് ആകാൻ പറ്റുന്ന ടവൽസ് ആണ്, നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ളതാണ്. ഇത് ചിയാ സീഡ്. പിന്നെ ഇതാ ഗീ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മേടിച്ചേക്കണേ കരിപ്പെട്ടി ചുക്ക് കാപ്പി, ഇഞ്ചിയും കസ്തൂരി മഞ്ഞളും കറിമഞ്ഞളും ഗ്രീൻ ടീയും, പിന്നെ ദാ ബോഡി മോയ്സ്ചർ, ഫേസ് വാഷ് പൗഡർ, പ്ലെയിൻ ലിപ്പാമ, പിന്നെ പിങ്ക് ലിപ്പാമ, അങ്ങനെയൊക്കെ ഉള്ളതാണ് അവർ മേടിച്ചേക്കുന്നത്. അപ്പൊ ഇത്രയും പാക്ക് ചെയ്തിട്ട് അടുത്ത ബാച്ച് കൊണ്ടുവെക്കാം. ഇന്നാൾ ഇതുപോലെ പാക്ക് ചെയ്തപ്പോൾ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവച്ച് കുറേ സാധനങ്ങൾ കൊണ്ടുവച്ച് എന്നിട്ട് പാക്ക് ചെയ്തപ്പോൾ ഏതോ ഒരു പാക്കറ്റിന്റെ കൂട്ടത്തിൽ ഒരു കറിമഞ്ഞളും വേറെ എന്തൊരു പ്രൊഡക്റ്റും കൂടി ചിയ സീഡോ ആശലയിൽ കരിച്ചിരോ അങ്ങനെ എന്തോ ഫൈനലി ഇവിടെ വന്നു, ഒരു പ്രൊഡക്റ്റിലും പെടാത്ത വിധത്തിൽ. അപ്പൊ ഏതോ ഒരു പാക്കിൽ ഞാൻ വെക്കാതെ ഇരുന്നായിപ്പോയി. അപ്പൊ ഞാൻ അത് പേടിച്ചു കേട്ടോ. ഇനി പിന്നെ കുറെ കടന്ന് പരതി നോക്കി ഏതായിരിക്കും വെക്കാൻ, എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല. പിന്നെ അത് നോക്കി അവർക്ക് കിട്ടി കഴിയുമ്പോൾ അവരെന്തായാലും ഓപ്പൺ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറയല്ലോ, അങ്ങനെ അത് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ രണ്ടാമത് അത് പിന്നത്തെ ബാച്ച് അയച്ച് പാക്ക് ചെയ്ത്, അതുകൊണ്ട് എനിക്കിപ്പോൾ നിറയെ സാധനങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ ഇച്ചിരി പേടിയാ, കൺഫ്യൂഷനാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും പാക്ക് ചെയ്തിട്ട് അടുത്ത ബാച്ച് നമുക്ക് കൊണ്ടുവെക്കാം. ഇത് കണ്ട കൂട്ടുകാരെ, എന്തൊരു ഭംഗിയുള്ള മൈക്രോ ഫൈബർ ആണ്, അടിപൊളിയാണ്. ഇത് കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി, വെള്ളം ഫുൾ അബ്സോർവ് ആകും, അടിപൊളിയാണ് കേട്ടോ. മേടിച്ചില്ലെങ്കിൽ വൻ നഷ്ടമാണ്. ഇപ്പാണെങ്കിൽ നല്ല ഭംഗിയുള്ള, മേടിച്ചില്ലെങ്കിൽ വൻ നഷ്ടമാണ്. ഇപ്പാണെങ്കിൽ നല്ല ഭംഗിയുള്ള കുറച്ച് കളറുകളും ഡിസൈനുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ചില സമയത്ത് ഇത് ടോട്ടലി അങ്ങ് തീർന്നു പോകും, പിന്നെ അത് കുറേ നാൾ കൂടിയിട്ടാ പിന്നെ വന്നിട്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ചെറുത് കുറെ വന്നിട്ടുണ്ട്. ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു, ഒന്നിച്ചങ്ങിടാം. ആ ഒരു രീതിയിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടം അതാണ്. പക്ഷെ ഞാൻ ചെറുത് തന്നെയാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ബാത്റൂമിലും ഈ വീട് മുഴുവൻ ഞാൻ ഇട്ടേക്കുന്നത് ഇതുപോലത്തെ മൈക്രോ ഫൈബറിന്റെ ആണ്. അത്ര യൂസ്ഫുൾ ആണ്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലോ. പിന്നെ ഇത് നശിച്ചു പോകില്ലല്ലോ, ഒരു പ്രാവശ്യം മേടിച്ച് അങ്ങനെ കിടന്നോളൂല്ലോ, കാലം വരെ കിടന്നോളൂല്ലോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. അടുത്ത ബാച്ചിലും ഇതുപോലെ തന്നെ കോഫി ക്യൂബ്സും അതുപോലെ കസ്തൂരി മഞ്ഞളുകളും അതുപോലെ ഫേസ് വാഷ് പൗഡർ, ലിപ്പാമ്, അങ്ങനത്തെ ബോഡി മോയ്സ്ചറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് മേടിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫ്രോക്ക് നൈറ്റീസും ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. സാരി ഒന്നും എനിക്ക് ഇതുവരെ ഉടുത്ത് നിങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ സെയിലിടാനോ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു 20-ാം തീയതി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങനത്തെ കുറെ വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ ഓർത്തിരിക്കുക. അത് മൈക്രോ ഫൈബറിന്റെ കണ്ടോ, മനോഹരമായ മൈക്രോ ഫൈബറുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. എത്ര എണ്ണം വെച്ചാൽ ഓരോരുത്തർ മേടിക്കുന്നതെന്ന്, ഒരെണ്ണം മേടിക്കുന്നവരുണ്ട്, 2 ഉണ്ട്, 10 വരെ മേടിക്കുന്നവരുണ്ട്. ആ രീതിയിൽ ഒരെണ്ണം വാഷ് ചെയ്യുമ്പോൾ അടുത്തത് എടുത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മേടിക്കുന്നവരുണ്ട് കേട്ടോ. ഇതാ ഇവിടെ എല്ലാവരും എന്തായാലും ഇപ്പൊ പിങ്ക് ലിപ്പാമുകളും ബാക്കി ഫേസ് വാഷ് പൗഡറുകളും ബോഡി മോയ്സ്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്യൂട്ടി ഓയിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. മുഖത്ത് തേച്ചിട്ട് നല്ലൊരു ഗ്ലോ. അതിൽ ഞാൻ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ കസ്തൂരി മഞ്ഞളുടെ ഗുണവും കൂടി ആ ബ്യൂട്ടി ഓയിലിൽ കിട്ടും, ബാക്കി ആയുർവേദ മരുന്നുകളുടെ കൂടത്തിൽ കേട്ടോ. പിന്നെ വയനാടൻ കറിമഞ്ഞൾ എല്ലാവരും മേടിക്കുന്നുണ്ട്. കാട്ടുതേനുണ്ട് നമ്മളുടെ അടുത്ത്. അപ്പൊ അത് കാട്ടുതേനൊന്നും ഒരുപാട് കഴിക്കണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടി കിട്ടാനും ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഗരം മസാലയാണ് ഇപ്പൊ എല്ലാവരും കൂടുതൽ മേടിക്കുന്നത്. ഒരു പ്രാവശ്യം മേടിച്ചാൽ എല്ലാം റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ മേടിക്കും കേട്ടോ. അവർക്ക് അത്രയും ഇഷ്ടമാകും. പിന്നെ അവരുടെ കൂടെയുള്ള എല്ലാവരോടും, അമ്മമാരോടും പിന്നെ അനിയത്തിമാരോടും ചേച്ചിമാരോടും അങ്ങനെ എല്ലാവരോടും പറയുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഓർഡർ വരുന്നത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്തവർ ഒരിക്കലും പിന്നെ അത് വേണ്ടാന്ന് വെക്കത്തില്ല, സ്ഥിരമായിട്ട് നമ്മുടെ കസ്റ്റമർ ആകും. അങ്ങനെയാണ് പിന്നെ ഇതിനു മുമ്പേ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം. പിന്നെ അവർ ഒത്തിരി വോയിസ് മെസ്സേജ് വിടാറുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ പാക്കിംഗ് ആണ് കരിപ്പെട്ടി ചുക്ക് കാപ്പി, രക്തശാലി ഫേസ് പാക്ക്. ഇത് ഡിസ്പോസിബിൾ അല്ല, പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള ടിഷ്യൂ ബോക്സ് ആണ് കേട്ടോ. 20 എണ്ണം ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ ബോഡി മോയ്സ്ചർ, ഇതൊരു ഇതിന്റെ മുല്ലപ്പൂവിന്റെ ബക്കിളാണ് അത്. പിന്നെ ലിപ്പാമ്, പാൻറ്റീസ്, വടക്, ഇത് നമ്മുടെ മേക്കപ്പ് റിമൂവർ ആണ്. പുതിയ പ്രൊഡക്റ്റാ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. 80 എണ്ണം ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് കസ്തൂരി മഞ്ഞളുടെ 2 പാക്കറ്റ്. പിന്നെ മനോഹരമായ ഒരു മൈക്രോ ഫൈബർ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കൈയൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന, വാഷ് ബേസിന്റെ ഒക്കെ എടുത്ത് ഇടാൻ പറ്റുന്ന, അതിനിങ്ങനെ ഒരു കുക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 2 എണ്ണം നല്ല നീളമുള്ള, വേണമെങ്കിൽ ബാത്ത് ടവലൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. മൈക്രോ ഫൈബർ ആണ്, വെള്ളം ഫുൾ അബ്സോർവ് ആകും. അങ്ങനത്തെ 2 എണ്ണം. പിന്നെ ഇതും മനോഹരമായ
നമ്മുടെ മൈക്രോ ഫൈബറിന്റെ മാറ്റുകളാണ് അവർ മേടിച്ചേക്കണേ. 4 എണ്ണം ഉണ്ട്, അത്രയാണ് അവർ മേടിച്ചേക്കുന്നത്. ഇനി 2 ചെടിയും കൂടി ഉണ്ട്, അത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അത് എടുത്തുകൊണ്ട് വരണം, എന്നിട്ട് അതും കൂടി നമുക്ക് പാക്ക് ചെയ്യണം. ഇത് നമുക്ക് മില്ലറ്റ്സ് 2 എണ്ണം അടുത്ത കസ്റ്റമർ ആണ്. ബാക്കിയുള്ള എല്ലാം 2 എണ്ണം വെച്ചാണ്, എല്ലാം 2 എണ്ണം വെച്ചാണ് അത് മേടിച്ചേക്കണേ. കസ്തൂരി മഞ്ഞള്, രക്തശാലി ഫേസ് പാക്ക്, ഫേസ് വാഷ് പൗഡർ, ലിപ്പാം, പിന്നെ മില്ലറ്റ്സ്, അതൊക്കെയാണ് അവർ മേടിച്ചേക്കണേ. ഇങ്ങോട്ട് അടുത്ത കസ്റ്റമർ നമ്മുടെ ലുബിനിയത്തിന്റെ ഗ്ലൗസ്, പിന്നെ റൗണ്ട് ഷേപ്പുള്ള ബ്രായ്, അവരും ഡിസ്പോസിബിൾ അല്ല, അവരും റീയൂസബിൾ ആയിട്ടുള്ള ടിഷ്യൂ ബോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ ടവൽസ് 5 എണ്ണം അത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫൈനൽ പാക്കിംഗ്. അപ്പൊ ഞാൻ ഓടിപ്പോയി ചെടിയും കൂടി എടുത്ത് പാക്ക് ചെയ്തു. 2 ചെടിയും കൂടി ഇവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേഗം ഫൈനൽ പാക്കിംഗ് അങ്ങ് തുടങ്ങാം. അതിമനോഹരമായ 2 ചെടികളാണിത്. ഒന്ന് ബൊഹീനിയ എന്ന് പറയും, ഒന്ന് സൺഡേ മൺഡേ എന്ന് പറയുന്ന നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ള 2 ചെടികളാണ് കേട്ടോ. പിന്നെ അവര് ഒത്തിരി മൈക്രോ ഫൈബർ മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മൈക്രോ ഫൈബറുകളാണ് ഈ പ്രാവശ്യം വന്ന് കിട്ടിയിരിക്കുന്നത്. വെള്ള കളറുള്ള ഞാൻ അധികം എടുത്തിട്ടില്ല, നല്ല കുറച്ച് ഡാർക്ക് കളറുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ഡേർട്ട് ആവത്തുമില്ലല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് മുള്ളാനും മുട്ടുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ പോയി മുള്ളണല്ലോ, അത് ഓക്കെ. പക്ഷെ എനിക്ക് ആ കൂട്ട ഭയങ്കരമായിട്ട് ഒരു ചായ കുടിക്കണം എന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ചായ ഉണ്ടാക്കി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറപ്പായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ. ബ്രെഡ് ഇരിപ്പുണ്ട്, ഈ ചായയും ബ്രെഡും കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അമൃത ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ചായ ഉണ്ടാക്കി തന്നേനെ കേട്ടോ. ഒരു വിഷയമില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മള് പാക്ക് ചെയ്ത് അതൊരു 12 ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. 12 ആയിട്ടോ. അപ്പൊ വേഗം പാക്ക് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാട്ടെ എല്ലാം ഓർത്തിരിക്കുക. കുറെ പാത്രം കഴുകാനുണ്ട്, ചായ വെക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ലഞ്ച് ടൈം പക്ഷേ എനിക്ക് ചായ കുടിക്കാനാ തോന്നുന്നേ. അങ്ങനെയൊക്കെ ആ കൂടെ ഇത് കിടന്ന് ഭയങ്കര പറയണം, ഇതാ ഇവിടെ ഭരിക്കുന്ന കേട്ടോ. അങ്ങനെ അപ്പൊ ഇത് കൊടുക്കുന്നത് ഭയങ്കര പറ. ഞാൻ മടുത്ത കൂട്ടിലിരുന്ന് എന്നെ തുറന്നു വിടുമോന്ന് പറഞ്ഞ് അപ്പൊ ഇങ്ങനെ തുറന്നു വിട്ടു. ഇനി ഇതിവിടെ ഇങ്ങനെ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിന് നമ്മൾ എപ്പോഴും വർത്താനം പറഞ്ഞ് ഇതിന്റെ താളത്തിനൊത്ത് തുള്ളി അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ്. അപ്പൊ വേഗം പാക്കിയത് നമ്മുടെ ഫൈനലാണ് ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ല. ഇതുപോലെയല്ല 250 പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. ബാക്കി ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഇതിൽ കാണിക്കാത്തുണ്ട്. അങ്ങനെ അപ്പൊ ആവശ്യമുള്ളതൊക്കെ വാട്സപ്പിൽ നമുക്ക് കയറി നോക്കിയാൽ, കാറ്റലോഗിൽ കയറി നോക്കിയാൽ അറിയാം. വെബ്സൈറ്റിൽ എല്ലാം ഇട്ടിട്ടില്ല, കാറ്റലോഗിലേക്ക് വരിക, വാട്സപ്പിലേക്ക് ഒരു ഹായ് വിട്ടോളൂ, നമുക്ക് അവിടെ കാണാട്ടോ. ഈ ഉടുപ്പ് ശരിക്കും പറഞ്ഞാൽ മുട്ടിന്റെ അത്ര ഇറക്കമുള്ളൂ കേട്ടോ. അടിയിലേക്ക് ഒരു പാന്റ് ഒക്കെ ഇട്ടിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഇടാന്. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. പക്ഷെ ഞാനിവിടെ ഷൂട്ട് ചെയ്യല്ലേ, ഹാഫ് വേയല്ലേ കിട്ടുന്നോളെന്ന് ഓർത്ത് മുട്ടിന്റെ തൊട്ട് പോലെ ഇരിക്കുന്ന ഒരു ഉടുപ്പാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇട്ടായിരുന്നു. താഴോട്ട് എന്തായാലും ഷൂട്ടിങ്ങിൽ വരുന്നില്ലല്ലോ. അങ്ങനെ നമ്മളെ കോമഡിയിലൊക്കെ കാണുന്ന പോലെ വാർത്ത വായിക്കുന്നവരൊക്കെ ഒരുമാതിരി മോളി മാത്രം ഇട്ടോണ്ട് നിൽക്കുന്നത്, അതേ അവസ്ഥയിൽ നടന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഡോഗിന് ഫുഡ് എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പൊ ഞാൻ വേഗം ഫുഡ് എടുത്തിട്ട് ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. അവിടെ ബിൽഡിംഗ് പണി നടക്കില്ലേ, അതിന്റെ മണ്ടയ്ക്ക് നിറച്ച് പണിക്കാരായിരുന്നു കേട്ടോ. ഞാൻ ഈ ഫുഡ് എടുത്തിട്ട് ഓടി മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ടും പോകുമ്പോ ഇങ്ങോട്ടും പോകുമ്പോ അവരെല്ലാം അവിടെ നിന്ന് നോക്കും കേട്ടോ. പിന്നെ തിരിച്ച് ഓടാൻ തോന്നിയില്ല, അങ്ങോട്ട് തന്നെ ഓടി ഡോഗിന്റെ കൂട്ടിട്ട് എടുത്തോട്ട്. അപ്പൊ അവരവിടെ നിന്ന് ചിരിക്കണം. എനിക്കറിയത്തില്ല എന്താന്ന്, അതേ എന്നെ കണ്ടിട്ട് ഞാനിത് എന്ത് കൊലത്തിലാന്ന് ഓർത്ത് നടക്കുന്നതാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഡോഗിന് ഫുഡും കൊടുത്ത് തിരിച്ച് വീട്ടിൽ പുറവശത്തോടെ ഓടി. അവിടെ പണിക്കാരായതുകൊണ്ട് ആ കെട്ടിടം പണി എനിക്ക് ഭയങ്കര പാരയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ബിൽഡിംഗ് പണി കഴിയണവരെ. ഇനി അവിടെ ഇങ്ങോട്ടേക്ക് വിൻഡോസും കൂടി ഉണ്ടെങ്കിൽ തീർന്നു എന്റെ പ്രൈവസി. ഇവിടെ ഞാൻ എന്ത് തുണി ഉറച്ചിടന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇത്രയും നാൾ. ഇതൊരു വലിയ കോമ്പൗണ്ടും വലിയ വൻമതിൽ പോലത്തെ മതിലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു. ഇനിയിപ്പോ നമ്മുടെ അടുത്ത് വലിയ ബിൽഡിംഗ് വരുമ്പോ എന്താണെന്ന് അറിയത്തില്ല. ഇന്നേതായാലും ഞാനുണ്ട് തിരിച്ച് നമ്മുടെ വീടിന്റെ പുറകുവശത്തോടെ വന്ന് നമ്മൾ വീടിനകത്ത് കയറി. അങ്ങോട്ടേക്ക് പിന്നെ ഞാൻ ഓടി ഇറങ്ങി, അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയായിരുന്നു ഇന്നത്തെ അവസ്ഥ. അവിടെ എത്തിപ്പോയാൻ ഓർത്ത് ദൈവമേ ഞാൻ താഴോട്ടൊന്നും ഇട്ടിട്ടില്ല, മോളി മാത്രമേ ഇട്ടിട്ടുള്ളല്ലോ എന്ന് അതായിരുന്നു. എനിക്ക് എന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വേഗം പാക്ക് ചെയ്ത് പെട്ടെന്ന് വിടട്ടെ കേട്ടോ. ഇത് ബൊഹീനിയ എന്ന് പറയുന്ന ചെടിയാണ്, അടിപൊളി പൂക്കളാണ്. ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. എഡിറ്റ് ചെയ്യുമ്പോ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, മേക്കപ്പ് റിമൂവർ. പിന്നെ ഇത് കണ്ടോ, മുഖമൊക്കെ തുടയ്ക്കുന്ന ടിഷ്യൂ ഇല്ലേ, വെറ്റായിട്ടുള്ള ടിഷ്യൂ വൈപ്പ്, അതാണ്. അടിപൊളിയാണ്. ഓറഞ്ചിന്റെ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ചെറിയ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അടിപൊളിയാണ്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്ത് ഉപകാരമാണെന്നറിയോ, അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാ. ബാഡ് സ്മെല്ലൊന്നുമില്ല, നല്ല കൂളായിട്ട് നല്ല വെറ്റായിട്ടുള്ള അങ്ങനെയുള്ളത്. മേക്കപ്പ് റിമൂവറും അടിപൊളിയാട്ടോ, നന്നായിട്ട് മേക്കപ്പ് എല്ലാം പോകുന്നുണ്ട്. അത് അവോക്കാഡോന്റെ എക്സ്ട്രാക്ട് ആണ് അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. മില്ലറ്റ്സ് എല്ലാവരും മേടിക്കുന്നുണ്ട് കൂട്ടുകാരെ, അത്ര ഉപകാരമുള്ളതാണ്. ഇവര് 2 പാക്കറ്റ് മേടിച്ചേക്കുന്നത്. എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ, അത്രയും നല്ല നമ്മുടെ ഹെൽത്തിന്. അപ്പൊ ടാറ്റ കൂട്ടുകാരെ, ഫൈനലാ. ഇതും കൂടി വേഗം കൊണ്ടു കൊടുക്കട്ടെ. 12 കഴിഞ്ഞു. 1 മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബാച്ചിൽ പോകുള്ളൂ. അപ്പൊ വേഗം കൊടുക്കട്ടെ കേട്ടോ. ശരി, ടാറ്റ. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാ വിശേഷം പറയാം കേട്ടോ. ബൈ ബൈ.
മഞ്ഞിൽ പൂത്ത സന്ധ്യ മഴവിൽ കിളിയായി മേൽ ചാഞ്ഞുറങ്ങാൻ കൊതിയില്ലയോ.